കേന്ദ്ര സർക്കാർ പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച നടപടി സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും പ്രവാസികളെയും ഗുരുതരമായി ബാധിക്കുന്നതാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. അന്യായമായ ഫീസ് വർധനവ് കേന്ദ്ര സർക്കാർ ഉടൻ പിൻവലിച്ച് പഴയ നിരക്ക് പുനഃസ്ഥാപിക്കണം. ഇക്കാര്യത്തിൽ പാർലമെന്റിലും മറ്റ് ഉചിതമായ വേദികളിലും ശക്തമായ വിഷയം ഉന്നയിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. അറിയിച്ചു. പാസ്പോർട്ട് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും പ്രവാസികളെയും ഗുരുതരമായി ബാധിക്കുന്നതാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യത്തെയും തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങളെയും ബാധിക്കുന്ന ഇത്തരം അന്യായമായ ഫീസ് വർധന അടിയന്തരമായി പിൻവലിക്കണമെന്ന് എം.പി. ആവശ്യപ്പെട്ടു. സാധാരണ 36 പേജുള്ള പാസ്പോർട്ടിന്റെ ഫീസ് 1500 നിന്നും 2500 60 പേജുള്ള പാസ്പോർട്ടിന്റെ ഫീസ് 2000 നിന്നും 3000 രൂപയായുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് അധിക സാമ്പത്തിക ഭാരമാണ് നൽകുന്നത്. തത്കാൽ പാസ്പോർട്ടുകൾക്കും കുട്ടികളുടെ പാസ്പോർട്ടുകൾക്കും നഷ്ടപ്പെട്ട പാസ്പോർട്ടിന്റെ പുനഃസ്ഥാപനത്തിനും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനുമെല്ലാം വൻതോതിൽ ഫീസ് കൂട്ടിയത് വിദേശ തൊഴിലിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമായി വിദേശത്തേക്ക് പോകുന്ന യുവാക്കളെയും പ്രവാസികളെയും ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്നും എം.പി. പറഞ്ഞു. ഈ അന്യായമായ ഫീസ് നിരക്ക് കേന്ദ്ര സർക്കാർ ഉടൻ പിൻവലിച്ച് പഴയ നിരക്ക് പുനഃസ്ഥാപിക്കണമെന്നും ഇക്കാര്യത്തിൽ പാർലമെന്റിലും മറ്റ് ഉചിതമായ വേദികളിലും ശക്തമായി വിഷയം ഉന്നയിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം.പി. പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.